തൃശൂരിൽ 3 ഇടങ്ങളിലായി വൻ ATM കവർച്ച നടത്തിയ സംഘത്തെ തമിഴ്നാട് നാമക്കലിൽ നിന്നും പോലീസ് പിടികൂടി. 6 അംഗ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. 2 പോലീസുകാർക്ക് പരിക്ക്. കുടിവെള്ള വിതരണം നിലച്ചിട്ട് വർഷങ്ങൾ. പ്രതിഷേധം തുടർന്ന് കോതപ്പറമ്പ് മാന്തുരുത്തിക്കടവ് നിവാസികൾ. വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ച സ്ക്രാപ്പ് ലോറി നീക്കം ചെയ്തു. ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ ആദായ വകുപ്പ് പിടിച്ചെടുത്ത മാർഗതടസ്സം സൃഷ്ടിച്ചു കിടക്കുന്ന സ്ക്രാപ്പ് കയറ്റി വന്ന ലോറിയാണ് നീക്കം ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ 3 ഇടങ്ങളിലായി വൻ ATM കവർച്ച നടത്തിയ സംഘത്തെ തമിഴ്നാട് നാമക്കലിൽ നിന്നും പോലീസ് പിടികൂടി. 6 അംഗ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. 2 പോലീസുകാർക്ക് പരിക്ക്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കവർച്ച നടന്നത്. മാപ്രാണം, കോലരി, ഷൊർണൂർ എന്നിവിടങ്ങളിലെ ATMകളിലാണ് കവർച്ച നടത്തിയത്. 65 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച ശേഷം കാർ കണ്ടെയ്നർ ലോറിയിൽ കയറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ തമിഴ്നാട് പോലീസ് പിന്തുടർന്ന നാമക്കലിൽ നിന്നും പിടികൂടുകയായിരുന്നു. തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തിയ ഹരിയാന സംഘവും പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കവർച്ചാ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. 2 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രതികൾ സഞ്ചരിച്ച കണ്ടെയ്നർ റോഡിൽ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് കണ്ടെയ്നർ പിന്തുടർന്ന സംഘത്തെ പിടികൂടുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. കുടിവെള്ള വിതരണം നിലച്ചിട്ട് വർഷങ്ങൾ. പ്രതിഷേധം തുടർന്ന് കോതപ്പറമ്പ് മാന്തുരുത്തിക്കടവ് നിവാസികൾ. വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. കുടിവെള്ളവും വീട്ടാവശ്യത്തിനുള്ള വെള്ളവും ഇന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ് ഇവിടത്തുകാർ. ഒരു പ്രദേശം കുടിവെള്ളത്തിനായി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. നിരവധി പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും വാഗ്ദാനങ്ങളല്ലാതെ പ്രശ്നത്തിന് പരിഹാരം മാത്രമില്ല. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കോതപ്പറമ്പ് മാന്തുരുത്തിക്കടവ് പ്രദേശവാസികളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശുദ്ധജലത്തിനായി അധികൃതർക്ക് മുന്നിലെത്തുന്നത്. വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. കുടിവെള്ളവും വീട്ടാവശ്യത്തിനുള്ള വെള്ളവും ഇന്നും ഇവർ കാശ് കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ്. കഴിഞ്ഞ തവണ അധികൃതർ പറഞ്ഞ വാക്ക് വെള്ളത്തിൽ വരച്ച വര കണക്കെ പാലിക്കപ്പെടാതായപ്പോഴാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ സമരവുമായി എത്തിയത്. സംഭവം അറിഞ്ഞെത്തിയ പോലീസും പഞ്ചായത്ത് അധികൃതരും സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും അധികൃതരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ സമരക്കാർ തയ്യാറായില്ല. വാട്ടർ അതോറിറ്റി അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. രാവിലെ ആരംഭിച്ച പ്രതിഷേധ സമരം ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിക്കുമ്പോൾ അധികൃതർ തന്ന വാക്കിൽ വീണ്ടും വിശ്വാസമർപ്പിച്ച് സമരക്കാർ മടങ്ങി. 2 ദിവസത്തിനുള്ളിൽ വെള്ളം വന്നിരിക്കും എന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. താജുദ്ദീൻ, ഗിരീഷ്, സുരേഷ്, തുളസി, സുലോചന, ജയന്തി, നിമിഷ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊരട്ടി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേയിൽ കൊരട്ടി, മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ നിർമ്മാണം ആരംഭിച്ച മേൽപ്പാലം അടിപ്പാല നിർമ്മാണം ഒക്ടോബർ 31 വരെ നിർത്തിവെക്കണമെന്ന് കൊരട്ടി മുത്തിത്തിരുന്നാൾ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ ഏകകണ്ഠമായി അഭിപ്രായമുയർന്നു. ഒപ്പം ചിറങ്ങര റെയിൽവേ ഓവർ ബ്രിഡ്ജ് ചെറുവാഹനങ്ങളുടെ യാത്രയ്ക്കായും താൽക്കാലികമായി തുറന്നു കൊടുക്കണമെന്നും ആവശ്യം ഉയർത്തി. ജില്ലാ കളക്ടറെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു. ഒക്ടോബറിൽ നടക്കുന്ന കൊരട്ടിമുത്തിയുടെ തിരുനാളിനോടനുബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുള്ള ഗതാഗത കുരുക്കൊഴിവാക്കാനാണ് ഹൈവേക്കുള്ളിലെ നിർമ്മാണങ്ങൾ നിർത്തിവെക്കാൻ യോഗം ആവശ്യപ്പെട്ടത്. യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പെരുന്നാളിന് മുമ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഹൈവേ നിർമ്മാണാധികൃതർ അറിയിച്ചു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മധുരക്കോട്ട്സ് AMH സ്കൂൾ ഗ്രൗണ്ട്, കൊരട്ടി ലത്തീൻ പള്ളിയുടെ ഗ്രൗണ്ട് കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ കൂടി പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. കച്ചവടക്കാർക്ക് നിർബന്ധമായും ഐഡന്റിറ്റി കാർഡ് ഏർപ്പെടുത്തും. പെരുന്നാളിന് മുമ്പ് തന്നെ ഇറിഗേഷൻ കനാലുകൾ വൃത്തിയാക്കുമെന്ന് ഇറിഗേഷൻ അധികാരികളും റോഡുകളുടെ ഡ്രെയിനേജും ഇരുവശങ്ങളും വൃത്തിയാക്കുമെന്ന് PWD അധികാരികളും യോഗത്തിൽ ഉറപ്പു നൽകി. സുഗമമായ വൈദ്യുതി വിതരണം, കുടിവെള്ള വിതരണം ഉറപ്പുവരുത്താൻ KCB വാട്ടർ അതോറിറ്റി അധികൃതർക്കും യോഗത്തിൽ നിർദ്ദേശം നൽകി. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, കുമാരി ബാലൻ, നാഷണൽ ഹൈവേ ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജർ ദീനത് യാദവ്, കൊരട്ടി പള്ളി ഫൊറോന വികാരി ഫാദർ ജോൺസൺ കക്കാട്, കൊരട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ
OJ ഷാജു, വിവിധ വകുപ്പുദ്യോഗസ്ഥരായ റജികുമാർ CS, ശ്യാമപ്രസാദ് EB, ഡോക്ടർ ദീപ പിള്ള, അന്നു K സദാനന്ദൻ, CK ഷാജു, മനോജ് TS, ഹാരിസ് K, ശ്രീലത KA, ഡേവിസ് PP, PD ബാബു, പള്ളി ട്രസ്റ്റിമാരായ ജോഫി നാലപ്പാട്ട്, ജൂലിയസ് വെളിയത്ത് എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊരട്ടി. കയ്പമംഗലത്ത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 9 പ്രതികൾ അറസ്റ്റിൽ. കണ്ണൂർ അഴീക്കോട് സ്വദേശി സാബിറാസ്, കപ്പക്കടവ് മുഹമ്മദ് സാദിഖ്, തലശ്ശേരി തൊട്ടട ബൈത്തുൾ ഷർമിന സലീം, കണ്ണൂർ അഴീക്കോട് സ്വദേശികളായ കടപ്പുറത്ത് അകത്ത് കാക്കി ഫൈസ്, മുടവൻ്റകത്ത് വീട്ടിൽ മുജീബ്, തൃശൂർ അരണാട്ടുകര കാർത്തിക വീട്ടിൽ ദിലീപ് ചന്ദ്രൻ, ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂർ ചെന്നറ ധനേഷ്, എറണാകുളം ഉദയംപേരൂർ വൈഷ്ണവം വീട്ടിൽ സുരേഷ്, എറിയാട് അഴീക്കോട് കുന്നിക്കുളത്ത് വീട്ടിൽ ഷിഹാബ്, ശ്രീനാരായണപുരം വൈക്കോട് സ്വദേശി കയ്യാത്ത് വീട്ടിൽ അഭയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 23-ന് രാത്രി 11 മണിയോടെയാണ് കോയമ്പത്തൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ചത്. ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അരുണിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ: കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്റ്റീവ് കപ്പാസിറ്റിയുള്ള ലോഹം റൈസ് പുള്ളർ അഥവാ ഇറീഡിയം സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്നും അത് അവരിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ 200 കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ച് വാങ്ങുന്നതിനും മറ്റും ഉള്ള ചിലവിലേക്കായി കണ്ണൂർ സ്വദേശിയായ സാദിഖിൽ നിന്നും 65 ലക്ഷം രൂപ അരുണും കൊല്ലം ചവറ സ്വദേശി ശശാങ്കനും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു. ഇറീഡിയം ലഭിക്കാതായതോടെ ഇവർ തട്ടിപ്പ് നടത്തിയതായും തിരിച്ചറിഞ്ഞതോടെ സാദിഖും കൂട്ടരും 22-ന് രാത്രി തൃശൂരിലെത്തുകയും ദിലീപ് ചന്ദ്രനുമായി ഗൂഢാലോചന നടത്തി 23-ന് രാവിലെ പുതുക്കാട് ടോൾ പ്ലാസ പരിസരത്തേക്ക് അരുണിനെയും ശശാങ്കനെയും വിളിച്ചുവരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി കല്ലൂർ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ട് പോയി മർദ്ദിക്കുകയായിരുന്നു. ഇവിടെ നിന്നും വട്ടണത്രയിലെ എസ്റ്റേറ്റിലും വൈകിട്ടോടെ പ്രതികളിലൊരാളായ ധനേഷിന്റെ വീട്ടിലെത്തിച്ചും വീണ്ടും മർദ്ദിച്ചു. ഇവിടെ വെച്ച് അരുൺ മരണപ്പെടുകയായിരുന്നു. തുടർന്ന് പ്രതികൾ ചേർന്ന് അരുണിന്റെ മൃതദേഹം കയ്പമംഗലം വഞ്ചിപ്പുര ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോയി. ഈ സമയം മർദ്ദനമേറ്റ ശശാങ്കൻ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കയ്പമംഗലം ഫിഷറി സ്കൂളിനടുത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിന് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും തങ്ങൾ പുറകെ വന്നു കൊള്ളാമെന്നും ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആശുപത്രിയിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. ആംബുലൻസ് ഡ്രൈവർ അരുണിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച് മരണം സംഭവിച്ചിട്ട് കുറച്ചു നേരമായെന്ന് അറിയിച്ചതിനെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി അസ്വാഭാവികമായ മുറിവുകൾ കണ്ടെത്തി. അരുണിനെ ആംബുലൻസിൽ കയറ്റിവിട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ 4 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം മൃതശരീരം സ്ഥലത്തു നിന്ന് മാറ്റുന്നതിനുപയോഗിച്ച കാർ തിരൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നും SP പറഞ്ഞു. കൊലപാതകം നടന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ CCTV ക്യാമറകൾ പരിശോധിച്ച് പ്രതികളുടെ യാത്രാ വിവരങ്ങൾ ശേഖരിച്ചു. തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളുടെ ലൊക്കേഷനുകൾ പരിശോധിച്ച് കാര്യക്ഷമമായി നടത്തിയതിലൂടെയാണ് പ്രധാന പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതിന് സാധിച്ചതെന്നും പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട അരുണിനെ ക്രൂരമായി പ്രതികൾ മർദ്ദിച്ചിരുന്നു. അരുണിന്റെ ദേഹത്ത് 70ഓളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ച സ്ക്രാപ്പ് ലോറി നീക്കം ചെയ്തു. ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ആദായ വകുപ്പ് പിടിച്ചെടുത്ത മാർഗതടസ്സം സൃഷ്ടിച്ച് കിടക്കുന്ന സ്ക്രാപ്പ് കയറ്റി വന്ന ലോറിയാണ് നീക്കം ചെയ്തത്. നികുതി വെട്ടിച്ച് പത്തനംതിട്ടയിൽ നിന്നും പാലക്കാടേക്ക് ലോറിയിൽ കടത്തുകയായിരുന്നു സ്ക്രാപ്പ്. നികുതി വകുപ്പ് ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിംഗ് ഒരാഴ്ച മുൻപാണ് ലോറി അടക്കം പിടികൂടി ഇവിടെ കൊണ്ടുവന്നിട്ടത്. സ്ക്രാപ്പ് കച്ചവടക്കാരിൽ രജിസ്ട്രേഷനുള്ളവർ അടയ്ക്കേണ്ട നികുതിയിലാണ് വെട്ടിപ്പ് നടത്തിയത്. ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധനയിലാണ് ലോറിയും സ്ക്രാപ്പും കസ്റ്റഡിയിലെടുത്തത്. നികുതിയും പിഴയും അടക്കം 1,58,000 രൂപയാണ് ചുമത്തിയിരിക്കുന്നത്. പിഴയടച്ചതിനെ തുടർന്നാണ് ലോറി മാറ്റിയത്. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബിരുദദാന ചടങ്ങും നടന്നു.
റിഖാലിയ എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു. ആർദ്രത, അവന് കൊടുക്കുന്ന അന്തസ്, കാരണം അവൻ ദരിദ്രനായത് അവൻ്റെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ്, അവൻ അവകാശപ്പെട്ട സ്വത്ത് ഞാൻ കുഞ്ഞുകൂടി കൈവശം വെച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അവൻ ദരിദ്രനായെന്നുള്ള തിരിച്ചറിവോടുകൂടി പാവപ്പെട്ടവരെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം. അതിലേക്കാണ് പാട്രിക്കും മിസ്സസ് പാട്രിക്കും ഇറങ്ങിയത് എന്ന് കണ്ടാൽ അതിയായ സന്തോഷമുള്ളതുകൊണ്ട് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതെല്ലാം നമുക്ക് വലിയ മാതൃകകളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ സാറ് പറഞ്ഞത് കൊച്ചു തള്ളാണ്, അത് വേറെ തിരുത്ത ആവശ്യമില്ല. എന്നാലും ആ ഭാഗത്തേക്ക് പോയി സമയം കളയുന്നില്ല, നമുക്കൊന്ന് സമയം പെട്ടെന്ന് തീർക്കേണ്ടത്. ഒത്തിരി സന്തോഷം ഈ മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും കൂട്ടത്തിൽ ഇവിടെ ആയിരിക്കാം. ഈ ജോലി സാർ എന്നെ വിളിച്ചപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, സാറ് ഞങ്ങൾക്ക് കൊച്ചു സ്ഥാപനമാണ് വരുന്നത്. ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹം കൂടുതൽ പ്രകടിപ്പിച്ചത്. കാരണം സാറിന് എന്നെ ആര് വിളിച്ചാലും അവേഴ്സിൽ റിക്രൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ 3 വീട്ടിലൂടെ 3 ലിസ്റ്റ് പറയും. അതുകൊണ്ട് സാറ് പറഞ്ഞു, അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നും. പക്ഷേ സാധാരണയല്ല പറഞ്ഞാൽ കൊച്ചു സ്ഥാപനമാണ്. അപ്പോൾ എനിക്ക് കൊച്ചു സ്ഥാപനങ്ങളിൽ പോകാൻ വലിയ സന്തോഷമാണ്. അത് എന്നെ വല്ലാതെ സ്പർശിച്ചു. അതാണ് ഇവിടെ വരാനുണ്ടായ ഒരു പ്രത്യേക കാരണം എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കുചേരുകയാണ്. ഗ്രാജുവേറ്റ്സ് ആയ അധികമായിട്ട് ഒരു ഈ ഗൗണൊക്കെ എടുത്ത് പടമൊക്കെ എടുത്ത്, പണ്ടത്തെ കാലത്ത് ഒരു ഗ്രാജുവേറ്റ് ഒരു നാട്ടിലുണ്ടാവാമെന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കാരണന്മാർക്ക് ചോദിച്ചറിയാൻ പറ്റും. അവരെടുത്തു വെച്ച പടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അന്ന് 3-4 ഗ്രാജുവേറ്റ്സ് അതിൽ കൂടുതൽ കാണാൻ വഴിയില്ല പ്രദേശത്ത്. ദേവമാതാ വിദ്യാഭ്യാസ കൗൺസിലർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി സന്ദേശം നൽകി. ചടങ്ങിൽ ഭവനരഹിത വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന ജൂബിലി ഭവനത്തിനുള്ള സൗജന്യ സ്ഥലത്തിന്റെ ആധാരം പാട്രിക് തൊമാനയിൽ നിന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് സ്വീകരിച്ചു മാനേജർക്ക് കൈമാറി. കോളേജ് പ്രിൻസിപ്പൽ ഇ ജെ ജോളി, മെജോ ജോണി, അഡ്വക്കേറ്റ് പോളി ആന്റണി, ഇ കെ അൽഫോൺസ്, വിദ്യാർത്ഥി പ്രതിനിധി ആൽവിൻ ഷാജു എന്നിവർ സംസാരിച്ചു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുന്ന ഫലവൃക്ഷങ്ങളുടെ നടീൽ കർമ്മം ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ഫാദർ സന്തോഷ് മുണ്ടൻമാണി, ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി എന്നിവർ നിർവഹിച്ചു. കോട്ടയ്ക്കൽ MKR ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ കർമ്മ അവാർഡ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന WCCക്ക് നൽകുമെന്ന് ജൂറി അംഗങ്ങളായ സാറ ജോസഫ്, ഷീബ അമീർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. MT വാസുദേവൻ നായർ ചെയർമാനായ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ അവർ നടത്തിയ പോരാട്ടത്തെ മാനിച്ചാണ് അവാർഡ് നൽകി ആദരിക്കുന്നത്. സ്വന്തം ജീവൻ പണയം വെച്ചും വലിയ അപമാനം സഹിച്ചും തൊഴിൽ നഷ്ടപ്പെട്ടും ഒറ്റപ്പെടുത്തപ്പെട്ടും വരുമാനമടക്കമുള്ള വൻ നഷ്ടങ്ങൾ കണക്കിലെടുക്കാതെയും വർഷങ്ങളോളം അവർ നടത്തിയത് ധീരമായ പോരാട്ടമാണ്. WCCയുടെ പ്രവർത്തനം സമൂഹത്തിൽ ദൂരവ്യാപകമായി തന്നെ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നതും സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും ഉയർത്തുന്നതും സാമൂഹിക മാറ്റത്തിന് കാരണമായി തീരുന്നതാണെന്നും ജൂറി വിലയിരുത്തി. നവംബർ ആദ്യവാരം ചെറുതുരുത്തി റിവർ റിട്രീറ്റിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് നൽകും. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മാള ഏരിയ കൺവെൻഷൻ നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. മാള ഏരിയ പ്രസിഡന്റ് ഡിക്സൺ എ സിമേതി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ, PS ഷിൻജ, ഷീന ബിജുകുമാർ, DV ജിതിൻ, KB അമ്പിളി, TC നിമൻ, AS നിഷാദ്, സുരേഷ് കുമാർ, KC ത്യാഗരാജൻ, EJ ഫ്രാൻസിസ്, KK ഹരി എന്നിവർ സംസാരിച്ചു. പൊയ്യ അഡാക്ക് ഫാമിനെ നശിപ്പിക്കാനുള്ള ഗൂഢനീക്കം ഉപേക്ഷിക്കുക, അശാസ്ത്രീയവും അപ്രയോഗികവുമായ ഡ്യൂട്ടി പരിഷ്കാരം ഉടൻ പിൻവലിക്കുക. KPCC ജനറൽ സെക്രട്ടറിയും INTUC പൊയ്യ അഡാക്ക് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റും മുൻ MLAയുമായ T രാധാകൃഷ്ണനെ അധിക്ഷേപിച്ച അഡാക്ക് MDക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊയ്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. അഡാക്കിന് മുന്നിൽ നടത്തിയ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. പൊയ്യ മണ്ഡലം പ്രസിഡന്റ് ബൈജു കണ്ടപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, DCC സെക്രട്ടറിമാരായ TD ജോസ്, അബ്ദുൽ കരീം, A അഷറഫ് എന്നിവർ സംസാരിച്ചു. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗം 2024 കലോത്സവം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MC സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, ബിന്ദു രാധാകൃഷ്ണൻ, ഷാഹിന ജലീൽ, KK മോഹനൻ, PS അനിൽകുമാർ, K ജ്യോതിക, RV അനിൽകുമാർ, VM ബൈജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ നടന്നു.
CPI മാള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ON പുഷ്പൻ അനുസ്മരണവും പാർട്ടി പഠന ക്ലാസും നടന്നു. VK രാജൻ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. MR അപ്പുക്കുട്ടൻ, TN വേണു, AM ഹക്കീം, ഇന്ദിര ദിവാകരൻ, VM വത്സൻ, VM ചന്ദ്രബോസ് എന്നിവർ പങ്കെടുത്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ ക്ലാസ് നയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ 3 ഇടങ്ങളിലായി വൻ ATM കവർച്ച നടത്തിയ സംഘത്തെ തമിഴ്നാട് നാമക്കലിൽ നിന്നും പോലീസ് പിടികൂടി. 6 അംഗ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. 2 പോലീസുകാർക്ക് പരിക്ക്. കുടിവെള്ള വിതരണം നിലച്ചിട്ട് വർഷങ്ങൾ. പ്രതിഷേധം തുടർന്ന് കോതപ്പറമ്പ് മാന്തുരുത്തിക്കടവ് നിവാസികൾ. വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ മാർഗതടസ്സം സൃഷ്ടിച്ച സ്ക്രാപ്പ് ലോറി നീക്കം ചെയ്തു. ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ ആദായ വകുപ്പ് പിടിച്ചെടുത്ത മാർഗതടസ്സം സൃഷ്ടിച്ചു കിടക്കുന്ന സ്ക്രാപ്പ് കയറ്റി വന്ന ലോറിയാണ് നീക്കം ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.